കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. കോഴിക്കോട് നിന്ന് എ ലതീഷും തിരുവനന്തപുരത്ത് നിന്ന് മാനസ മനോജും ചേരുന്നു. മാനസയിലേക്ക്. മാനസ, തിരുവനന്തപുരത്ത് എങ്ങനെ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു? വിനിഷ, ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് 12 മണി മുതൽ തുടങ്ങിയ പണിമുടക്ക് ഇപ്പോൾ സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും പൂർണ്ണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഈ 12 മണിക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു ബസ് സർവീസും നടന്നിട്ടില്ല എന്നാണ് ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. അതിനായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സമരം ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ സമര അനുകൂലികൾ ആരും തന്നെ ഈ ബസ് സർവീസ് നടത്താനുള്ള പെർമിഷൻ KSRTCക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ ബസ് എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, ചില ആളുകളൊക്കെയും തന്നെ ബസ് ഉണ്ടാകുമെന്ന് കരുതി ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഈ 12 മണി മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ KSRTCക്ക് പുറമേ സ്വകാര്യ ബസ്സുകളും ഇത്തരത്തിൽ സർവീസ് നടത്തുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് BMS ഒഴികെയുള്ള 10 സംഘടനകൾ രാജ്യവ്യാപകമായി ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാ ജീവനക്കാരും എല്ലാ തൊഴിലാളികളും തന്നെ പങ്കെടുക്കണം എന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ സാഹചര്യത്തിലാണ് എല്ലാവരും തന്നെ പണിമുടക്കിൽ പങ്കാളികളാകുന്നു എന്ന് തന്നെയാണ് അറിഞ്ഞത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സർവീസ്, അതായത് KSRTC ജീവനക്കാർ ഉൾപ്പെടെ സമരത്തിൽ പങ്കാളികളാകണം എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂരിൽ നിന്നും KSRTC സർവീസ് ഒന്നും തന്നെ ഇതുവരെയും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാരിലും നിരവധി ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ചേട്ടൻ ബസ് കാത്തുനിൽക്കുകയാണോ? ഇങ്ങനെ ഇന്ന് പണിമുടക്കാണെന്ന് അറിഞ്ഞിട്ടുണ്ട്? അറിയായിരുന്നു, പക്ഷെ വന്നുപോയി, പെട്ടുപോയി. ഞാൻ ചേർത്തലക്കാരനാണ്, പെട്ടുപോയി. ചേർത്തല എത്തണം. ഇനിയിപ്പോ എങ്ങനെയാ? ഇവിടെ ചോദിച്ചായിരുന്നോ? ചോദിച്ചു, ബസ് ഓടുന്നില്ലെന്നാ പറയുന്നത്. അറിയത്തില്ല, പോയാ പോവാന്ന്. ആ തൃശ്ശൂർ ബസ് അതാ കിടക്കുന്നത്. അത് പോയാലേ ചേർത്തലയിൽ ഇറങ്ങാന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ വെട്ടാട് പള്ളിയുടെ അവിടെ ഹോട്ടലിൽ പണിയെടുക്കുന്നത്. അവിടുന്ന് വന്നതാണിപ്പോൾ. ഇതാണ് വിനിഷ, പണിമുടക്കാണ് എന്ന് ചിലർക്ക് അറിയാമെങ്കിലും ഇത്തരത്തിൽ സർവീസുകൾ മുടങ്ങില്ല എന്ന് കരുതിയാണ് ഇത്തരത്തിൽ KSRTC സ്റ്റാൻഡുകളിലൊക്കെയും വരുന്നത്. ചേട്ടനും പോകാൻ വേണ്ടി? ഇല്ല, എനിക്കിന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ട് സെക്യൂരിറ്റി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു. അപ്പം നേരത്തെ നമ്മളും ഈ ഒരു ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇന്ന് രാവിലെ, അതായത് 12 മണി മുതലുള്ള സർവീസ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച് യാത്രക്കാർക്ക് ഏത് രീതിയിലാണ് ഇവർ അറിയിപ്പ് നൽകുന്നത് എന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. അത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാമെന്നുള്ളതാണ്. സർ, ഇപ്പോൾ പണിമുടക്ക് ആരംഭിച്ചു. കുറേയധികം ജോലി തീർക്കേണ്ട, അത് കഴിഞ്ഞ് നിങ്ങൾ വന്നെന്തെങ്കിലും ഞാൻ പറഞ്ഞത്. എനിക്ക് രാവിലെ അയക്കേണ്ട കുറേ ഫോർമാറ്റ് കാര്യങ്ങളുണ്ട്. എനിക്ക് ചീഫ് ഓഫീസർ അയക്കേണ്ടത്. അത് രാവിലെ എനിക്ക് അയച്ചേ പറ്റുള്ളൂ. നിങ്ങൾ അതിൽ കുറച്ച് കഴിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞുതരാം. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് ഇൻഫർമേഷൻ, റിസർവേഷൻ ചെയ്ത ആൾക്കാർക്ക് തന്നെ റീഫണ്ട് ഞങ്ങൾ കൊടുക്കും. അറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. ആൾക്കാർക്ക് അറിയാനുള്ള പണിമുടക്കാണെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് സർവീസ് അയക്കാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. അതിൽ വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ തരുമെങ്കിൽ ഞങ്ങൾ സർവീസ് അയക്കും. ഈ ഒരു രീതിയിലാണ്, അതായത് സർവീസ് നേരത്തെ മുടക്കരുത് എന്ന നിർദ്ദേശം ഇവർക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് നടത്താമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് സംയുക്ത സമരസമിതി അറിയിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്രത്തിനെതിരെ പോരാട്ടം ശക്തമാക്കുന്ന രീതിയിലാണ് ഇന്ന് രാജ്യവ്യാപകമായി ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് എല്ലാ തൊഴിലാളികളും ഇതിൽ പങ്കാളികൾ ആകണം എന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ എല്ലാ തൊഴിലാളികളും എല്ലാ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കാളികളാകും എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ജില്ലയിലും ഒരു സർവീസും നടത്തില്ല, അല്ലെങ്കിൽ നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അതിൻ്റെ ബാക്കി നടപടികളൊക്കെയും തന്നെ ചീഫ് ഓഫീസിൽ നിന്നും നടക്കുകയാണ്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, പണിമുടക്ക് ആണെന്ന് അറിയാം, പക്ഷേ ബസ് സർവീസ് അതിനെ ബാധിക്കില്ല എന്ന് കരുതി എത്തിയ കുറേ ആളുകൾ ഇവിടെയുണ്ട്. അവർക്കുള്ള ബദൽ സർവീസ് എന്തായിരിക്കും എന്നതാണ്
അതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഒരുക്കി കൊടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം നഗരത്തിൽ മുഴുവനും പോലീസും വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളെയൊക്കെയും തന്നെ അതത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചേട്ടൻ യാത്ര ചെയ്യാമെന്നാണോ? യാത്ര ചെയ്യാൻ വന്നോ? ബസ് ഇപ്പോൾ ഇല്ല. ബസ്സില്ല, ഞാൻ ഇടുക്കി പോകാൻ ഇടുക്കി ബസ്സില്ല, അവിടെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെ പോവുക? ബസ് വരെ പോകാൻ പറ്റില്ലല്ലോ. ബസ് സർവീസ് നടത്താൻ സാധിക്കില്ലെന്നാണ് അറിയുന്നത്. പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്നോ? അല്ല, ഇത്ര ഗൗരവമുള്ള പണി മുടക്കാന്ന് അറിഞ്ഞില്ല. ഗൗരവം കൂടി പോവല്ലോ. ഒരു വണ്ടികളില്ലാത്തൊരവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ചില്ല. സാധാരണ പണിമുടക്കിൽ കുറച്ച് വണ്ടികൾ ഓടുന്നതാണ്, KSRTC ഓടുന്നതാണ് ഇന്നലെ ഗതാഗത മന്ത്രി പറഞ്ഞത്. വണ്ടികളൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. ഇത് തന്നെയാണ്, അതായത് സംസ്ഥാനം മുഴുവൻ നിശ്ചലമാകുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. ആർക്കും തന്നെ ഒരു ഹർത്താൽ പൂർണ്ണമായ രീതിയിലാണ്. ചേച്ചി എന്നും അതായത് ഇത്തരത്തിൽ പണിമുടക്കാണെന്ന് അറിഞ്ഞിട്ടും ബസ് സർവീസ് ഉണ്ട് എന്ന് കരുതി വന്നവരാണ് ഈ ബസ് സ്റ്റാൻഡിൽ ഉള്ളത്. പക്ഷേ ഒരു ഹർത്താലിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ ഉള്ളത് എന്നുള്ളതാണ്. ഒരു നിശ്ചലമായ ഒരു അവസ്ഥ തന്നെ. ദേശീയ പണിമുടക്കിൽ 24 മണിക്കൂർ നീണ്ട പണിമുടക്കിൽ എല്ലാവരും പങ്കാളികളാകുന്നു എന്നതാണ്. മാത്രമല്ല ഇത്തരത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ